തനിക്കെതിരെ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് മന്ത്രി കെ എം മാണി. ഈ സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം രാജിവെക്കില്ലെന്നും കെ എം മാണി റിപ്പോർട്ടറോട് പറഞ്ഞു. UDF-നുള്ളിൽ തന്നെ തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്നാണ് മാണി സൂചിപ്പിച്ചത്. വിജിലൻസ് ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു എന്ന വാർത്ത കെ എം മാണി ദില്ലിയിലെ മകന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് അറിയുന്നത്. അസ്വസ്ഥമായ ശരീരഭാഷയോടെ പുറത്തുവന്ന മാണിയുടെ വിജിലൻസ് നടപടിയെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണം റിപ്പോർട്ടറിനോട്. എനിക്കൊന്നും പറഞ്ഞുകൂടാ, വരട്ടെ. നിയമത്തിന് വഴിക്ക് പോകട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. കേസ് വന്നാൽ നിയമപരമായിട്ട് നേരിടും. ബാർക്കോഴ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് മാണി വ്യക്തമാക്കി. UDF-നുള്ളിൽ തന്നെയാണ് ഗൂഢാലോചന നടന്നത് എന്ന് മാണി സൂചിപ്പിച്ചു. അറിയാമല്ലോ, ചില ഗൂഢാലോചനകളൊക്കെ ഉണ്ട്. അതൊക്കെ ഏതായാലും എൻ്റെ പാർട്ടി ആ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. UDF-നുള്ളിൽ നിന്നാണോ? അതൊക്കെ വരട്ടെ. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അത് വരട്ടെ. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രം രാജിവെക്കില്ലെന്ന് മാണി വ്യക്തമാക്കി. ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് മാണി ദില്ലിയിലെത്തിയത്. ക്യാമറാമാൻ ധനേഷ് പേരാമംഗലത്തിനൊപ്പം R. രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ.